ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പിന് സർവ്വസജ്ജമായി കോൺഗ്രസ്. വിജയസാധ്യതയുള്ള 60 മണ്ഡലങ്ങളിൽ AICCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തനം. മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയിരിക്കുന്നു. ബൂത്ത് മണ്ഡലം പ്രസിഡന്റുമാരെ സഹായിക്കാൻ വാർ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിലേറുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? വിജയസാധ്യതയുള്ള 60 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് പ്രവർത്തനം? റോഷിപാൽ. സ്മൃതി, നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവന്മാരുടെ പോരാട്ടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ A-B 2 തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. അത് 60 മണ്ഡലങ്ങളാണ്. ഇത് വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ AICCയുടെ പ്രതിനിധി ഉൾപ്പെടെ പ്രത്യേക സംഘമുണ്ട്. 92 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ 92 നിയമസഭാ മണ്ഡലങ്ങളിലും AICC പ്രത്യേക നിരീക്ഷകരെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഏകോപിപ്പിക്കുന്നത് സച്ചിൻ പൈലറ്റും ദീപദാസ് മുൻഷിയുമാണ്. ഒപ്പം കനയ്യകുമാറും കർണാടകയിലെ മന്ത്രി KG ജോർജും ഒപ്പം ഇമ്രാൻ പ്രതാപ് ഗർഹി അടക്കമുള്ള നേതാക്കളുമുണ്ട്. ഈ നേതാക്കൾക്ക് പുറമെ KPCCയുടെ ചുമതലക്കാരനുണ്ടാവും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും KPCCയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ആ നേതാക്കളും ഉണ്ടാകും. പ്രതിദിന റിപ്പോർട്ട് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും പിന്നീട് KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ അവിടെ ബൂത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കൃത്യമായ വിലയിരുത്തലുണ്ടാകും. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് അവിടെ ആവശ്യമായ സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് ആസ്ഥാനമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് AICC തന്നെ ഒരു വാർ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. അത് അഡ്വക്കേറ്റ് PM നിയാസിന്റെ നേതൃത്വത്തിലാണ് വാർ റൂം സജ്ജമാക്കിയത്. അതിനു പുറമെ KPCC ആസ്ഥാനത്ത് 4 അംഗ സമിതിയാണ്. അത് പാലോട് രവി, മണക്കാട് സുരേഷ്, മരിയാപുരം ശ്രീകുമാർ അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന 4 അംഗ സമിതിയുണ്ട്. ആ സമിതി ഈ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് മുഴുവൻ പരിശോധിക്കും. എവിടെയെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പരാതിയിൽ ഇടപെട്ട പരിഹാരമുണ്ടാക്കും. പരമാവധി പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. ഈ യോഗത്തിന് വേണ്ടി, മീറ്റിങ്ങുകൾക്ക് വേണ്ടി, ചർച്ചകൾക്ക് വേണ്ടി അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന വിലയിരുത്തലാണ്. വൈകിട്ട് എല്ലാ ദിവസവും മീറ്റിംഗ് ചേർന്ന് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി മുന്നോട്ട് പോകുക. ഏറ്റവും ചുരുങ്ങിയ ദിവസമാണ് പരസ്യ പ്രചാരണത്തിന്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് വലിയ സജ്ജീകരണമാണ്. ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു യുദ്ധസമാനമായ തയ്യാറെടുപ്പ് കോൺഗ്രസ് നടത്തിയിട്ടില്ല. അത്രയും വലിയ തയ്യാറെടുപ്പ് നടത്തുന്നു. കോൺഗ്രസ് കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ ബൂത്ത് അധ്യക്ഷന്മാരുമായി KPCC ആസ്ഥാനത്ത് നിന്ന് നേരിട്ട് അവർക്ക് ആശയവിനിമയം നടത്താനുള്ള സൗകര്യം കൂടിയുണ്ട്. ആവശ്യമായ ബൂത്ത് അധ്യക്ഷന്മാരുമായും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുമായും KPCC ഭാരവാഹികൾ തന്നെ നേരിട്ട് ആശയവിനിമയം തിരുവനന്തപുരം നടത്തുന്നു എന്നടക്കമുള്ള പ്രത്യേകത. അങ്ങനെ എല്ലാ തരത്തിലും നിരീക്ഷണമുണ്ട്. ചുമതല കൊടുത്ത നേതാക്കൾ കൃത്യമായി കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ, പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നടക്കം നിരീക്ഷിക്കുന്നുണ്ട് ഈ തവണ കോൺഗ്രസ് നേതൃത്വം. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സജ്ജമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്.